ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഫ്ലോറിൽ ഷെയ്ഡിൻ്റെ പൈപ്പിടിയിലാണ്, മെയിൻ പൈപ്പിടിയിലാണ്. അതേപോലെ LED സെറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ തന്നെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ പൈപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് സൈഡാണ്. നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. എനിക്ക് ജലദോഷമായതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. നമ്മളെന്തായാലും മുകളിലോട്ട് കയറുകയാണ്. ഈ ഏരിയ ഇവിടുന്ന് നമ്മൾ സ്റ്റെയറിൻ്റെ ലൈൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തതായിട്ട് ഈ സൈഡ് ഹാളാണ്. നമ്മൾ കയറി വരുന്ന സ്റ്റെയർ കയറി വരുന്ന ഹാളാണ്. ഇവിടെ നമുക്ക് ഈ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലായിട്ടോ വേണം ബ്രേക്കർ വെക്കാൻ. ഇതൊരു ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡ് ബെഡ്റൂമാണ്. നമുക്ക് ഇതിൽ 2 വേയും അതേപോലെ സ്വിച്ച് ബോർഡിൻ്റെ മെയിൻ ലൈൻ വിടണം. അടുത്തത് റൈറ്റ് സൈഡിലെ ബെഡ്റൂമാണ്. നമുക്കിതിൽ AC-യും അതേപോലെ 2 വേയും സ്വിച്ച് ബോർഡിൻ്റെ ലൈൻ വിടണം. പിന്നെ വരുന്നത് ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ്സിംഗ് റൂമും ബാത്റൂമാണ്. നമുക്കിതിൽ അയൺ ബോക്സും ഹീറ്ററും അതേപോലെ സ്വിച്ച് ബോർഡും ഇവിടെയായിട്ടാണ് നമ്മൾ ബ്രേക്കർ വെക്കുന്നത്. നമ്മൾ താഴെ ബ്രേക്കറിൽ നിന്നും അതേപോലെ തന്നെ മീറ്റർ ബോക്സിൻ്റെ അവിടെ നിന്ന് 2 പൈപ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ELCB വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ താഴത്തെ ELCB എന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാം, അല്ലാതെ മീറ്ററിൽ നിന്ന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ ആയിട്ടാണ് ബ്രേക്കർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴേന്ന് വരുന്ന പൈപ്പുകളും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 പൈപ്പിനുള്ള ഹോളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹാളാണ്. ഹാളിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഔട്ട് സൈഡും അതേപോലെ ഡ്രസ്സിംഗ് റൂമും ബാത്റൂമുമാണ് കാണുന്നത്. അതേപോലെ റൈറ്റ് സൈഡിലുള്ളത് ഒരു ബെഡ്റൂമാണ്. നമുക്കതിൻ്റെ അകത്ത് 2 വേയും അതേപോലെ സ്വിച്ച് കണക്ഷനും മാത്രം മതി. അതേപോലെ ഹാളിൽ നേരെ കയറി വന്ന് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതും ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ AC-യുടെ ലൈനും വേണം, അതേപോലെ 2 വേ ലൈനും വേണം. പിന്നെ കാണുന്ന ഏരിയ ടോപ്പ് സൈഡാണ്. ഈ ടോപ്പ് സൈഡിൻ്റെ അകത്താണ് നമുക്ക് LED ഇടാനുള്ളത്. എന്തായാലും നമ്മൾ അധികം LED ഇടുന്നില്ല, കുറേശ്ശെ LED ഇടുന്നുള്ളൂ. ഈ ഏരിയയിലെല്ലാം നമ്മൾ ഓരോ LED വെച്ച് ഇടുന്നുണ്ട്. ചറപ്പറാന്ന് വാരിപ്പറക്കി ഇടുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ഇടുന്നുള്ളൂ. അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ കുറേ LEDകൾ പറക്കിയിട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് ഇടയ്ക്ക് അളവ് നോക്കി ഓരോ LED വെക്കണം. അതേപോലെ തന്നെ ഇത് മേളത്തെ ഹാളല്ല, സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നല്ലൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ സോപാനവും കാര്യങ്ങളും തിരിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് അതേപോലെ LED വെക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക്, ഈ കമ്പിയുടെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് പൈപ്പ് ഇടാൻ. വേറെ പോയിൻറ്റുകളൊന്നുമില്ല, കുറച്ച് പോയിൻറ്റുകളേ ഉള്ളൂ. കാരണം ഒരു AC ലൈനുണ്ട്, അതേപോലെ ഒരു ഹീറ്ററിൻ്റെ ലൈനുണ്ട്, അതേപോലെ ഒരു തേപ്പൂട്ടി അയൺ ബോക്സിൻ്റെ ലൈനുണ്ട്. പിന്നെ ബാക്കി വരുന്നത് ബെഡ്റൂമിലോട്ടുള്ള സ്വിച്ച് ബോർഡിൻ്റെയും പിന്നെ 2 വേ ലൈനുകളുമാണ് വരുന്നത്. വേറെ ലൈനുകളൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ലൈനുകൾ മാത്രമേ ഇടുന്നുള്ളൂ. എല്ലാത്തിനും സെപ്പറേറ്റ് നമ്മൾ പൈപ്പ് ഇടുന്നുണ്ട്. കാരണം ലിങ്ക് ചെയ്ത് നമ്മൾ പോകുന്നില്ല. പിന്നീട് നമ്മളല്ലാതെ വേറൊരാൾ വന്നാലും അത് കണ്ടുപിടിക്കാനും പാടാണ്. അതുപോലെ എല്ലാ ബോർഡുകളും സ്വിച്ച് ബോർഡുകളും ഇളക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റാണ് എല്ലാം ഇടുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് ബ്രേക്കർ ബോർഡ് അഴിച്ചാലും ഏതൊക്കെ സർക്യൂട്ട് ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് ലിങ്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അത് അങ്ങനെ പാടില്ല. കാരണം എല്ലാം ചിലർ കണ്ടിട്ടുണ്ടോ, പഴയത് നമ്മൾ അഴിക്കാൻ നേരത്ത് ഒരു പൈപ്പിൽ കൂടെ തന്നെ ഒരു 12ഉം 13ഉം വയറുകൾ കയറിപ്പോകുന്ന കാണാം. അത് പാടില്ല. കാരണം ഇൻഡക്ഷൻ ഉണ്ടായി പിന്നീട് ഷോർട്ട് സർക്യൂട്ടൊക്കെ ആയി മാറാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ബെഡ്റൂമുകൾക്കും അതേപോലെ ഹീറ്ററിനും അതേപോലെ AC-ക്കും 2 വേയ്ക്കും പിന്നെ അയൺ ബോക്സിനും എല്ലാം നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് പൈപ്പ് ഇടുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇവർ കമ്പി കെട്ടി വെച്ചേക്കുന്നത്. നമുക്ക് എളുപ്പം ഇതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ നമുക്ക് അടിയിൽ കൂടെ തന്നെയും ഒറ്റ ലെയർ ആയതുകൊണ്ട് നമുക്ക് പൈപ്പിട്ട് പോകാം. നമ്മളിപ്പം എടുത്തേക്കുന്നത് HF-ൻ്റെ ഹോസാണ്. നല്ല ഹോസാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള 20 mm ഹോസാണ്. അതേപോലെ തന്നെ 4 വേ ജംഗ്ഷനുമാണ് എടുത്തേക്കുന്നത്. 20യുടെ ജംഗ്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ LED ഇടാൻ വേണ്ടിയിട്ട് ബെൻഡിങ് പൈപ്പ് ബാൽക്കോടെ 20 mm
ബെൻഡിങ് പൈപ്പാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ LED വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത്. വളച്ചിടാനൊക്കെ ഇത് വേണം, അതിന് വേണ്ടിയിട്ടാണ് അത് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു രാവിലെ 7 മണി ടൈമിലാണ് വന്നേക്കുന്നത്. കാരണം പിന്നീടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതുപോലെ ഇവിടെ മരങ്ങൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തില്ല, ബാക്ക് സൈഡിലൊക്കെ ഉള്ളൂ മരങ്ങൾ. പക്ഷെ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു 7 മണി ടൈമിൽ വന്നത്. 7 മണി ടൈമിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾ പൈപ്പിടാൻ വേണ്ടിയിട്ട് എത്തിയേക്കുന്നത്. കാരണം പിന്നീടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അത് നിൽക്കാൻ പോലും പാടാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈനുകളും പൈപ്പുകളും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതേപോലെ LED അതേപോലെ തന്നെ ഇടുന്നുള്ളൂ. ആവശ്യമുള്ളത് വൃത്തിയായിട്ട് തോന്നാത്ത രീതിയിൽ LED നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചുമ്മാ ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നമ്മൾ ബ്രേക്കറിൽ നിന്ന് ബെഡ്റൂമിലോട്ടുള്ള മെയിൻ ലൈനും അതേപോലെ ഹീറ്ററിൻ്റെയും അയൺ ബോക്സിൻ്റെയും ഒരു ലൈനും ഇട്ടിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരെ ഒരു 2-വേ ലൈനും തിരിച്ച് പിടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് വെളിയിൽ കൂടെയാണ് ഇട്ടേക്കുന്നത്. കാരണം അകത്ത് ചെറിയ റിങ് ആയതുകൊണ്ട് നമ്മൾ മെയിൻ്റെ പൈപ്പുകളെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. കമ്പിയുടെ അടി സൈഡിൽ കൂടെ തന്നെയാണ് ഇട്ട് പോയേക്കുന്നത്. ഇത് എന്നിട്ട് നമ്മൾ ഹോളാക്കിയ പൈപ്പ് ഇറക്കിയ ഭാഗത്തെല്ലാം പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ AC ലൈൻ ഇട്ടു, അതേപോലെ ഹീറ്ററിൻ്റെ ലൈൻ അവിടെ ഇട്ടിട്ടുണ്ട്, അതേപോലെ അയൺ ബോക്സിൻ്റെയും. പിന്നുള്ളത് 2-വേ ലൈനാണ്. 2-വേ ലൈനും ഇട്ടിട്ടുണ്ട്. 2 ബെഡ്റൂമിൻ്റെയും. ഈ ബെഡ്റൂമിലാണ് AC നിൽക്കുന്നത്. അവിടെ AC ലൈനും അതേപോലെ 2-വേ ലൈനും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതെല്ലാം LED ആണ്. ഇത് ഫുള്ളൊരു ഏരിയയാണ്, നീളത്തിൽ കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ബീമുണ്ട്. അത് താപ്പോട്ടില്ല, മേപ്പോട്ടും ഇതിൻ്റെ ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്ന ബീമാണ്. അതുകൊണ്ട് ഇത് ഫുൾ ഏരിയ ആണ്. നമ്മൾ ഈ LED ഇട്ടേക്കുന്നത് സൈഡിൽ ഇട്ടേക്കുന്നത് ഒരു 5 അടി ഗ്യാപ്പിലാണ് LED ഇട്ടേക്കുന്നത്. അതേപോലെ ടോപ്പ് ലൈറ്റിനും വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ലിങ്ക് പിടിച്ച് അകത്തൊരെണ്ണം ഇട്ടിട്ടുണ്ട്. അകത്തുനിന്ന് നേരെ പോകുന്നത് സ്വിച്ച് ബോർഡിലോട്ടാണ്. ഇവിടെ സ്വിച്ച് ബോർഡാണ്, സ്വിച്ച് ബോർഡിലോട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഇട്ടേക്കുന്ന ഒരു 5 അടി ഗ്യാപ്പിലാണ് ഇവിടെ നമ്മൾ LED ഇട്ടേക്കുന്നത്. എൻഡോട് എൻഡ് L ഷേപ്പിൽ കിടക്കുവാണ് ടോപ്പ് സൈഡ്. നമ്മളെല്ലാം 5 അടി ഗ്യാപ്പിലാണ് ഇട്ടേക്കുന്നത്. അതേപോലെ ഇവിടുന്ന് തന്നെ ഒരു ലിങ്ക് നമ്മൾ സെൻറ്റർ ഭാഗത്തോട്ട് വരുന്നതിലിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ പിടിച്ച് ഭിത്തിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു ഭാഗം അടഞ്ഞാലും നമുക്ക് അതുവഴി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തിരിച്ചും മറിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതേപോലെ സ്വിച്ച് ബോർഡിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. അത് ഡയറക്റ്റ് അങ്ങനെ പിടിച്ചിട്ടെങ്കിൽ പോലും ഇവിടെ ഒരെണ്ണം ഇതേപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഭാഗം ഊരിപ്പോവുകയോ അല്ലെങ്കിൽ അടഞ്ഞ് നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അധികം നമ്മൾ LED ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഈ എൻഡ് സൈഡ് വരുന്ന ഭാഗത്ത് മാത്രം LED ഒരു 5 എണ്ണം ആ സൈഡും 5 എണ്ണം ഫ്രണ്ട് സൈഡും ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ്. സിറ്റ് ഔട്ട് ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നാലും നമ്മൾ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2, 4, 6 അങ്ങനെ വെച്ച് ഇടാം. പക്ഷെ നമ്മൾ 1, 2, 3, 4 LED വെച്ചിട്ടുള്ളൂ. കാരണം ഉള്ളതെല്ലാം കൂടെ വാരി വലിച്ചിട്ടുണ്ട്. ഇത് റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രകാശത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ LED ഉപയോഗിക്കേണ്ടത്. അനാവശ്യമായ LED പറക്കിയിട്ട് പോയിൻറ്റുകൾ കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വൃത്തികേട് തോന്നാത്ത രീതിയിലേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയേക്കണം, 5 അടി ഗ്യാപ്പിലാണ് 3 എണ്ണം വരുന്നത്. കാരണം എൻ്റെ തുമ്പ് സൈഡ്, അതായത് പിന്നെ ഷെയ്ഡിൻ്റെ അറ്റം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയയിൽ നമ്മൾ 3 എണ്ണമാണ് നിൽക്കുന്നത്. അതായത് ഒരു കോൺ ഷേപ്പിലാണ് നിൽക്കുന്നത്. അത് മതി. കാരണം സെപ്പറേറ്റ് നമ്മൾ ഇത് എൻ്റെ സൈഡും അകത്തെ സൈഡും നമ്മൾ 2 സ്വിച്ചുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇതാണ് ഇത്രയേ ഉള്ളൂ ടോപ്പ് ഏരിയയിൽ. ഷെയ്ഡിൽ ഇത്രയും ഏരിയ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് 20 ജംഗ്ഷനും അതേപോലെ 20 ബാൽക്കോടെ പൈപ്പുമാണ്, ബെൻഡിങ് പൈപ്പുമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ നമ്മൾ നല്ലോണം കെട്ടിയിട്ടുണ്ട്. അതേപോലെ ജംഗ്ഷൻ്റെ ഇടയിൽ നമ്മൾ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തട്ടിളക്കാൻ നേരത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പാട് വരും. ഇവിടെ അതുപോലെയാണ്. ഇതിൽ നിന്ന് തന്നെ വെളിയിലോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്.
അതിൽ നിന്ന് നേരെ സ്വിച്ച് ബോർഡ് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നേരെ വരുന്നത് പിന്നെ വരുന്നത് ടോപ്പ് ലൈറ്റ് ഏരിയയാണ്. പിന്നെ 2 ഹൂക്കുകൾ ഇട്ടേക്കുന്നത് ഫാൻ ഹൂക്കുകളാണ് ഇട്ടേക്കുന്നത്. ഇത് തൊട്ടിലിന് വേണ്ടിയിട്ടാണ്, റിങ് വരുന്ന കയറി വരുന്ന തൊട്ടിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹൂക്ക് വെച്ചേക്കുന്നത്. അതേപോലെ ഇങ്ങേ എൻഡിലും നമ്മളൊരു ഹൂക്ക് വെച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വേണമെങ്കിലും, ഇതൊരു സോപാനം വരുന്ന ഏരിയയാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തൂക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തൊട്ടിലുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹൂക്ക് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്തു പോയിട്ടുള്ളൂ. ബ്രേക്കറിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടെയാണ് ബ്രേക്കർ വരുന്നത്. താഴത്തെ നിലയിൽ നിന്നുള്ള ബ്രേക്കറിൻ്റെ ലൈനും അതേപോലെ മീറ്റർ ബോക്സിൽ നിന്നും കൂടെ ഒരു ലൈനുണ്ട്. സെപ്പറേറ്റ് വേണമെങ്കിലും നമുക്ക് ELCB വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ആണി അടിച്ച് വെക്കുന്നുണ്ട്, ഒതുക്കി വെക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വരാൻ നേരത്ത് പൈപ്പ് ഇങ്ങനെ റാ പോലെ വളഞ്ഞു പോകും. അത് വേണ്ട. ഇതിപ്പോൾ ഇട്ടേക്കുന്ന ഒരു AC ലൈനും ഒരു ഹീറ്ററിൻ്റെ ലൈനിൽ നിന്ന് തന്നെയാണ് ലിങ്ക് ചെയ്ത് അയൺ ബോക്സിനും പോയേക്കുന്നത്. പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ലൈനും കൂടെ പോകുന്നുണ്ട്, മെയിൻ ലൈൻ പോകുന്നത്. പിന്നെ ഈ ഹാളിലോട്ട് വരുന്നത് ഈ ബ്രേക്കറിൻ്റെ അടിയിൽ കൂടെ തന്നെ, ഈ ജനലിൻ്റെ സൈഡിൽ കൂടെ തന്നെ വെട്ടി ഇവിടെ ഒരു ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വെളി സൈഡിലും ഇതിൽ നിന്ന് തന്നെയാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പുറത്തെ ബെഡ്റൂമിലും ഈ ബ്രേക്കർ കിഴിച്ച് ഇവിടെ നമുക്ക് ഹോളെടുത്ത് ബോക്സിലോട്ട് കയറ്റിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഇട്ടേക്കുന്ന 2 വേയുടെ ലൈനാണ്. 2 വേയുടെ ലൈൻ ഇങ്ങനെ കറങ്ങി നേരെ അവിടെ വരുന്നുണ്ട്. ഒരെണ്ണം വരുന്നത് ഒരു ACയുടെ ലൈനാണ്. പൊക്കി വെച്ചില്ല. അത് പൊക്കി വെക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പൊക്കി വെക്കാൻ നേരത്ത് ഈ കോൺക്രീറ്റ് ഇടുന്ന പല ആൾക്കാരല്ലേ, അവരിടാൻ നേരത്ത് അത് ഒടിഞ്ഞു പോകും. താഴെ ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നേരെ ബോക്സിൽ ഇറക്കിയിട്ട് ബോക്സിൽ നിന്ന് നേരെ വെട്ടി മേപ്പോട്ട് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ബെഡ്റൂമിൻ്റെ കഴിഞ്ഞു. അടുത്ത വരുന്ന ഈ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലോട്ട് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. ഈ ഹാളിൻ്റെ ഏരിയയാണ്. ഇവിടെ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്, ഇവിടെ ബോക്സ് വെക്കുന്നതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കിടക്കുന്നത് മെയിൻ വരുന്നത്, ഈ ബെഡ്റൂമിലോട്ടൊക്കെ മെയിൻ വരുന്നതും ഒരെണ്ണം ഈ 2 വേ ലൈനുമാണ്. ഇവിടെ ഇട്ടേക്കുന്ന 2 വേ ലൈനുമാണ് വരുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ അപ്പുറത്തോട്ട് ഹാളിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് മെയിൻ എടുത്ത്. പിന്നെ വരുന്നത് ഡ്രസ്സിങ് റൂമാണ്. ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയയിലാണ് നമുക്ക് ഇവിടെ ഒരു അയൺ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് മെയിൻ വരുന്ന ഭാഗം. മെയിൻ വരുന്നതും ഇതിൽ നിന്ന് തന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നേരെ നമുക്ക് ബാത്റൂമിൻ്റെ അകത്തോട്ട് ഹീറ്ററിൻ്റെ ലൈനും അതേപോലെ വരുന്നുണ്ട്. ഈ ഹീറ്ററിൻ്റെ ലൈനിൽ കൂടെ തന്നെയാണ് എക്സോസ്റ്റ് ഫാനിൻ്റെ ലൈനും വരുന്നത്. എക്സോസ്റ്റ് ഫാനിൻ്റെ പൈപ്പ് വെച്ചിട്ടില്ല അവർ, അത് നമുക്കിനി വെക്കണം. ഇവിടുന്ന് തന്നെയാണ് എക്സോസ്റ്റ് ഫാനിൻ്റെ അതുപോലെ ഹീറ്റർ ലൈനും നിൽക്കുന്നത്. വേറെ ലൈനുകളൊന്നുമില്ല. ആവശ്യമുള്ള ലൈനുകൾ മാത്രത്തിനുള്ള മെയിനേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഒന്നും വേറൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിനായിട്ട് ഇട്ടേക്കുന്നത്. എല്ലാം നമ്മൾ ഇതേപോലെ ആണി അടിച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വീഴാൻ നേരത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ വരുന്നത് നമ്മൾ മേളിൽ കാണിച്ച LED ആണ്. LED വരുന്നത് ഈ ഏരിയ ആണ്. കണ്ടോ, ഈ തൂണ് നിൽക്കുന്ന ഭാഗത്തൂടെ എല്ലാം ബെൽറ്റ് പോകുന്നുണ്ട്, ബീമ് പോകുന്നുണ്ട്. പക്ഷേ ടാപ്പോട്ടില്ല, അതിൻ്റെ മേൽ സൈഡേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും ഏരിയ ഇങ്ങനെ ഒരു ഹാള് പോലെ നീളത്തിൽ കിടക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ എൻഡ് സൈഡ് വരുന്നിടത്ത് നേരെ നമ്മൾ 5 എന്നുള്ള LED ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഒരെണ്ണം വെച്ച് കവർ ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം വെച്ച് കവർ ചെയ്ത് പോയേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ചറ LED ഇട്ട് കഴിഞ്ഞാൽ വെറും വൃത്തികേടാണ്. അതിൻ്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഒരു LED ലൈൻ ഇവിടെ നിന്ന് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് ഒരു LED വരുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നത് ഇവിടെ അതിനുവേണ്ടി ഇറക്കിയതാണ്. പക്ഷേ അവിടെ നമുക്ക് അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കി. പിന്നെ വരുന്നത് ആ സൈഡിലാണ്. നമുക്ക് ആ സൈഡിൽ ഇടാൻ കാരണം എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്, അല്ലാതല്ല. ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് വേറെ വാരി വലിച്ചൊന്നും ഇട്ടിട്ടില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.